ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യയിൽ നിന്ന് ഓരോ വർഷവും പോകുന്ന ഈ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഇത്തവണ അതിനൊക്കെ ഒരു വിഘാതം ഉണ്ടാവുകയും കൂടുതൽ പേർക്ക് പോകാൻ പറ്റില്ലെന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ആഗോള മാധ്യമങ്ങളിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കാര് 52,000 പേരാണ് ഇത്തവണ ഹജ്ജിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിരുന്നത്. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ദേശീയ തലത്തിൽ അതുവഴി തിരഞ്ഞെടുത്തിട്ട് പോകാം. പിന്നെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ ബുക്ക് ചെയ്തിട്ടും പോകാം. അപ്പോൾ ഇത്തവണ ഈ 52,000 ഇന്ത്യക്കാർ ബുക്ക് ചെയ്തതിൽ ഈ ജൂൺ 4 മുതൽ 9 വരെയാണ് ഹജ്ജ്. ജൂണിലാണ്, ഒരു മാസം കഴിഞ്ഞ്. ആ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി ബുക്ക് ചെയ്തപ്പോൾ ഇതിൽ 2024 മുതൽ ഇതിലൊരു സംവിധാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ പണമടയ്ക്കുന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ളത്. മുമ്പ് കേന്ദ്രം തന്നെ ഇത് കളക്ട് ചെയ്തിട്ട് അയക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പം ഇവർ തന്നെ അയക്കുന്ന സിസ്റ്റമാണ് 2024 മുതൽ. അപ്പോൾ പൈസയൊന്നും സമയത്തിന് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ വിചാരിക്കുന്ന സമയത്ത് അടച്ചിട്ടില്ല. അപ്പോൾ സൗദി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സൗദിയുടെ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിൻ്റെ നുസൂക്ക് പോർട്ടൽ അവർ പൂട്ടി. പിന്നെ മിനായിൽ ഇതിന് താമസിക്കാനുള്ള കൂടാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് അലോട്ട് ചെയ്യുന്ന അതൊക്കെ അതും അതിൻ്റെ ബുക്കിങ്ങും ഒക്കെ മരവിപ്പിച്ചു പോയി. അപ്പോൾ ഇന്ത്യയിൽ ഇത്തവണ 80% ഈ ഹജ്ജിന് പോകാൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേന്ദ്രം സൗദിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഇപ്പോൾ സൗദിയിലെ താൽക്കാലികമായി തുറന്നിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ടിട്ട് കുറച്ചൊക്കെ ഈ നുസൂക്ക് പോർട്ടൽ തുറന്ന് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാലും അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് 20% മാത്രമേ ഈ പ്രൈവറ്റ് കോട്ട, സ്വകാര്യ കോട്ടയിൽ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ സർക്കുലർ അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ ഇതാണ്. പിന്നീട് സംവിധാനം മാറുമ്പോൾ ആദ്യം ചെന്നവർക്ക് ആദ്യം, അല്ലേ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞ ബേസിസിൽ കൈകാര്യം ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓർഗനൈസേഴ്സ് എന്ന് പറയും, CHGO. അതിൽ രജിസ്റ്റർ ചെയ്ത 80% പേർക്കും ഹജ്ജ് ചെയ്യാനാവില്ല. സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ സംഘടനയാണത്. അപ്പോൾ കരാറും സേവനവും ഹജ്ജ് തീർത്ഥാടകർക്ക് പൂർത്തിയാക്കുന്ന സംവിധാനമാണ് ഈ നുസൂക്ക് പോർട്ടൽ സൗദിയുടെ. പണം കൊടുക്കുന്നതിലെ താമസം, സേവന കരാർ പൂർത്തിയാക്കാതിരിക്കൽ, ഈ പ്രൈവറ്റ് ഓപ്പറേറ്റർമാർ, ഇത് രണ്ടുമാണ് ഈ നുസൂക്ക് പോർട്ടൽ ഇത് ഇനി സ്വീകരിക്കാത്തതിന് കാരണം പറയുന്നത്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതുകൊണ്ട് മിന സോൺ 1, 2 ഇതാണ് നമുക്ക് അലോട്ട് ചെയ്തിരുന്നത്. മിനായിലെ ഈ കൂടാരങ്ങളിൽ താമസിക്കുക, അക്കോമഡേഷൻ്റെ കാര്യം. ആ മിന സോൺ 1, 2 റദ്ദാക്കി. അവയാണ് ഈ CHGOകൾക്ക്, പ്രൈവറ്റ് ഓപ്പറേറ്റർമാർക്ക് വേണ്ടി നീക്കി വച്ചിരുന്നത്. 3, 4, 5 അത് അവസാനിപ്പിച്ച് കഴിഞ്ഞു. മിന സോൺ 1, 4, 3 to 5 അതും അവസാനിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ സർക്കുലറിൽ ഈ കാരണം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരാണ് കാരണക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ CHGOയും സ്വതന്ത്രമായി സേവന സംവിധാനം ഒരുക്കണം നുസൂക്ക് പോർട്ടലിൽ എന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. കരാറുകൾ, പണം കൊടുക്കുന്നത്, ഇതൊന്നും സമയത്തിന് അപ്ലോഡ് ചെയ്തില്ല ഈ സ്വകാര്യ ഓപ്പറേറ്റർമാർ. അതാണ് പ്രശ്നം. അതുകൊണ്ട് സൗദി ഈ നുസൂക്ക് പോർട്ടലിൽ ഇവരുടെ ആക്സസ് പിൻവലിച്ചു. സ്വകാര്യ ഇന്ത്യൻ തീർത്ഥാടകർക്കുള്ള സോണുകൾ മരവിപ്പിക്കുകയും ചെയ്തു. അതാണ് സൗദി ചെയ്തത്. ഇവിടെ നിന്നുള്ള ഈ ഡിലേ കാരണം മറ്റേ പേയ്മെന്റ് അപ്ലോഡ് ചെയ്തില്ല. കരാറുകൾ, സേവന കരാറുകളും സമയത്തിന് അപ്ലോഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയത്.
കഴിഞ്ഞ കൊല്ലം മുതൽ ഈ സൗദിയുടെ പ്രക്രിയയിൽ മാറ്റം വന്നിരുന്നു. പ്രൈവറ്റ് ഓപ്പറേറ്റർമാർക്ക് സർക്കാർ ചാനൽ വഴി പണം ഡെപ്പോസിറ്റ് ചെയ്യണം എന്നായിരുന്നു മുമ്പത്തെ നിയമം. സർക്കാർ ചാനൽ വഴിയാണ് മുമ്പ് ഇതൊക്കെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മാറ്റം വരുത്തി. ഗവൺമെൻറ് സൗദിക്ക് പണം കൊടുക്കുന്ന പരിപാടിയായിരുന്നു 2024 വരെ. അപ്പോൾ ഇത്തവണ മിക്കവരും ഈ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ടില്ല സ്വകാര്യ ആളുകൾ. 2024 മുമ്പ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് സൗദിക്ക് കൊടുക്കുകയായിരുന്നു. സർക്കാർ വഴി കൊടുക്കേണ്ടത് ഇത്തവണ ഒന്നിച്ച് സ്വകാര്യ ഓപ്പറേറ്റർമാരെ സമയത്തിന് കൊടുത്തില്ല. അതാണ് സംഭവം. അപ്പോൾ മിനയാണ് ഇതിൻ്റെ മുഖ്യ സ്ഥലം തീർത്ഥാടകരെ സംബന്ധിച്ച്. അത് 5 സോണായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുക. 5 ദിവസം അവിടെ പാർക്കാൻ കഴിയും. ജംറാത്തിൽ നിന്നുള്ള അകലം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഈ കല്ലേറ് നടക്കുന്നുണ്ടല്ലോ പിശാചിനെ, അതാണ് ജംറാത്ത് എന്ന് പറയുന്നത്. അവിടെ പിശാചിനെ പ്രതിനിധീകരിക്കുന്ന തൂണുകളുണ്ട്, അവിടെയാണ് ഈ കല്ലേറൊക്കെ നടക്കുന്നത്. അവിടെ നിന്നുള്ള അകലം വെച്ചിട്ടാണ് ഈ മിനയിൽ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ CHGOകൾ കൂടാരങ്ങളൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പണം വല്ലതുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റായിപ്പോയി എന്ന് കരുതണം. ഇനി ഈ കേന്ദ്രം ഇടപെട്ട് ന്യൂസുക്ക് പോർട്ടൽ താൽക്കാലികമായിട്ട് കുറച്ച് തുറന്നു, ചെറിയ സമയം. മിനയിൽ ഇനി പരിമിതമായ അക്കോമഡേഷൻ മാത്രമേ കിട്ടുള്ളൂ. ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ ഇനി നടക്കുള്ളൂ. ജിദ്ദയിലെ കോൺസുലേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. പാസ്പോർട്ട് നമ്പർ, പിന്നെ മെക്ക മദീനയിലേക്കുള്ള അക്കോമഡേഷൻ്റെ വിവരങ്ങൾ, പേയ്മെൻറ്റിൻ്റെ തെളിവ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. പേയ്മെൻറ്റ് അടയ്ക്കുന്നതിൽ വൈകിയതാണല്ലോ ഈ കാരണം പറയുന്നത്, സർവീസും. ഇതൊക്കെ മര്യാദക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ CHGOയ്ക്കും 20% ആണ് കോട്ട ഉണ്ടായിരുന്നത്. ബാക്കി ഒരേപോലെ ഇനി ഉള്ള സമയത്ത് 20%. ഓരോ CHGOയ്ക്കും 20% കൊടുക്കും ഇനി കിട്ടുകയാണെങ്കിൽ. ബാക്കി ഒരേപോലെ വിതരണം ചെയ്യും, എല്ലാ CHGOകൾക്കും ഒരേപോലെ. ബാക്കി പിന്നെ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ കൊടുക്കും. അതാണ് സർക്കുലറിൽ ഉള്ളത്, ന്യൂനപക്ഷ വകുപ്പിൻ്റെ. ഇന്ത്യക്ക് ഈ കൊല്ലം 1.75 ലക്ഷം ആണ് കോട്ട. അതിൽ സ്വകാര്യ ബുക്കിംഗ് ആണ് ഈ 52,000 എന്ന് പറഞ്ഞത്. ഈ 1.75 ലക്ഷത്തിൽ 52,507 പേര് സ്വകാര്യ ബുക്കിംഗ് ആണ്. ബാക്കി ഹജ്ജ് കമ്മിറ്റി വഴിയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെ പോലെ ഇത്തവണ ഹജ്ജിന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവർക്കെല്ലാം തന്നെ അവസരം കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും അത് കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞൊരു കുറ്റം പറച്ചിലേക്ക് നീങ്ങില്ലേ? അല്ല, അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് സർക്കുലർ വന്നിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി വിസ നിയന്ത്രിച്ചു. ജൂൺ വരെ വിസ നിയന്ത്രിച്ചു. അത് നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. അത് ഇന്ത്യ മാത്രമല്ല സാർ, 14 രാജ്യങ്ങൾക്കും ഇത് പ്രശ്നമില്ലേ? ചെയ്തിരുന്നു. പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹജ്ജ് വിസ അല്ലാതെ വ്യാജ വിസകളെ, ഉംറയുടെ വിസയൊക്കെ എടുത്തിട്ട് പോയി അവിടെ വല്ലാതെ തിരക്കുണ്ടാക്കുന്നു. സൗദിയിൽ വലിയ ദുരന്തം ഉണ്ടായിരുന്നല്ലോ, 1000 പേര് കൊല്ലപ്പെട്ട ഒരു ഹജ്ജ് ദുരന്തം ഉണ്ടായല്ലോ. പക്ഷെ വാർത്തകളൊന്നും പുറത്തേക്കൊന്നുമില്ല. അപ്പൊ ഹജ്ജ് ദുരന്തം നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹജ്ജ് ദുരന്തമുണ്ടായ പോലെ ഇനി അവിടെ സംഭവിക്കരുത്, അതിനുള്ള മുൻകരുതലുകൾ സൗദി എടുക്കുന്നു. അങ്ങനെ സൗദി മുൻകരുതലുകൾ എടുക്കുന്നത് കൊണ്ടാണ് ഈ സംഗതികളിലൊക്കെ മാറ്റം വന്നത്. സൗദി തന്നെ വിസയിൽ നിയന്ത്രണം വരുത്തി. അപ്പോൾ വിസയും ഈ അനധികൃതമായിട്ട് വിസ എടുത്തിട്ട്, ഹജ്ജ് വിസയ്ക്ക് 2 രീതിയാണല്ലോ ഇവിടെ ഉള്ളത്, പ്രൈവറ്റ് ഇതും ഹജ്ജ് കമ്മിറ്റിയുടെ. ഇതൊന്നും അല്ലാതെ ഉംറ വിസയൊക്കെ എടുത്തിട്ട് അവിടെ പോയി തങ്ങി അവിടെ നിന്ന് ഇത് ചെയ്തിട്ടല്ലേ ബൈപ്പാസ് ചെയ്ത് കയറുക എന്നുള്ളത്. അതൊന്ന് 2 പിച്ചക്കാരായിട്ട് തെണ്ടുന്ന പരിപാടി. അത് ഇത്തവണ വിസ റെസ്ട്രിക്ഷൻ്റെ കൂടെ പറഞ്ഞില്ല സൗദി, മര്യാദ കൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറേ ആളുകൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ പോയിട്ട് ഈ പരിപാടികളും ചെയ്യുന്നുണ്ടല്ലോ. ഇന്ത്യക്കെതിരെ അങ്ങനത്തെ ആരോപണങ്ങളൊന്നുമില്ല. പാകിസ്ഥാൻകാർ ഇതൊരു കച്ചവടമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്.
ഫ്ലൈറ്റ് മൊത്തത്തിൽ ബുക്ക് ചെയ്തിട്ട് ആളുകൾ പോയിട്ട് അങ്ങനെ കുറേ ആളുകളെ അത് പാകിസ്ഥാന് എംബസിയൊക്കെ ശരിക്കും സൗദി വരട്ടിയിട്ടുണ്ട്. ഇനി അതുമായിട്ട് പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പാകിസ്ഥാൻകാർക്ക് അത്തരം വിസകളൊന്നും കൊടുക്കുന്നേ ഇല്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ ഇത്തവണത്തെ ഈ ഹജ്ജ് തീർത്ഥാടനത്തിൽ ഈ പ്രശ്നമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.